ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അശ്വിൻ ഡിയാഗോ, ഇതാ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ നിന്നുള്ള അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാഹനവുമായി മണിയൻപിള്ള രാജു ഇതാ പുറത്തേക്ക് വരികയാണ്. ബൈക്ക് ആ വാഹനത്തിൽ വന്ന് ഇടിക്കുന്നത് നമുക്ക് കാണാം. അപകടത്തിന്റെ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്യാനിടാക്കിയ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ. വാഹനമെടുത്ത മണിയൻപിള്ള രാജു ക്ലബിന്റെ പുറത്തേക്ക് വരുന്നു. ബൈക്ക് കാറിൽ വന്ന് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. മണിയൻപിള്ള രാജു രാവിലെ പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയാണ്. പക്ഷേ ബൈക്ക് വരുന്നത് കണ്ടില്ലേ എന്ന ചോദ്യമുണ്ട്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CCTV ദൃശ്യങ്ങൾ. ഗോപാൽ, CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ വാഹനം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ബൈക്ക് അതിൽ ചെന്ന് ഇടിക്കുന്നത് കാണാം. ഇതിൽ പക്ഷേ ബൈക്ക് ഇടിച്ചെന്ന് മനസ്സിലാക്കിയിട്ടും നിർത്താതെ പോവുകയായിരുന്നു അല്ലേ? വിനീത, CCTV ദൃശ്യങ്ങളിൽ നിന്ന് അപകടത്തിന്റെ കൃത്യമായൊരു ചിത്രം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്തേക്ക് മണിയൻപിള്ള രാജു ഈ അല്പനേരം മുൻപ് ദൃശ്യങ്ങളിൽ കണ്ട കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വേഗതയിലൊന്നുമല്ല റോഡിൽ നിന്ന്. സാധാരണഗതിയിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേഗത മാത്രമാണ് ആ വാഹനത്തിനുള്ളത്. അത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്ത വാഹനം ആ ഡിവൈഡർ ക്രോസ് ചെയ്ത് കവടിയാർ ഭാഗത്തേക്ക് പോകാൻ തിരിയുമ്പോഴാണ് ഈ ബൈക്ക് ഈ വാഹനത്തിലേക്ക് വന്നിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആദ്യം മുതൽക്കേ പറയുന്നത് തന്റെ വാഹനത്തിന് മുൻവശത്തിലേക്ക് ഈ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ബൈക്ക് അത്യാവശ്യം വേഗത്തിലായിരുന്നു എന്ന് കൂടി പറയേണ്ടതായിരിക്കുന്നു. ആ വാഹനം ഡിവൈഡറിന്റെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡിവൈഡറിന്റെ ആ ഭാഗത്തേക്ക് വാഹനത്തിന്റെ മുൻവശം എത്തുന്ന സമയത്താണ് ഈ ബൈക്ക് വന്ന് ഇടിക്കുന്നത്. ഇടിച്ച് യുവാക്കൾ തെറിച്ചു പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വാഹനം അല്പനേരം ക്രോസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒന്ന് സ്ലോ ആവുന്നുണ്ട്. പിന്നീട് അവിടെ നിർത്താതെ മുന്നോട്ടേക്ക് ഓടിച്ചു പോകുന്നതും CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോഴും ഈ യുവാക്കൾ റോഡിൽ കിടക്കുന്നതും ബൈക്ക് അവിടെ വീണ് കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ആദ്യത്തെ ഇടിയിൽ തന്നെ, അതായത് ഇടി ഉണ്ടായ സമയത്ത് തന്നെ ആ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും ഇളകി തെറിച്ചു തൂങ്ങി വാഹനത്തിൽ കിടക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അമിത വേഗതയിൽ എത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് കാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ അശ്രദ്ധ എന്ന് പറയുന്ന തരത്തിലേക്ക് പൂർണ്ണമായും പറയുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അപ്പോഴും ഇത്രയൊരു അപകടം ഉണ്ടായിട്ടും ആ റോഡിൽ യുവാക്കൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അതിൽ ഒരു മൂല്യബോധത്തിന്റെ പ്രശ്നമുണ്ട്. അതിൽ ഒരു റോഡ് ഗതാഗത നിയമത്തിന്റെ ലംഘനത്തിന്റെ ഒരു കാര്യമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ആ CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്.